പരീക്ഷകളിൽ കോപ്പിയടിക്കാൻ തുണ്ട് കൊണ്ടുപോയവരായിരിക്കും പലരും. പിടിക്കപ്പെട്ടവരും പിടിക്കപ്പെടാൻ ഒരു സാധ്യതയും നൽകാതെ അതിവിദഗ്ധമായി അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ള ബിരുദന്മാരും നിരവധി ഉണ്ടാകും. അത് പലർക്കും അവരുടെ സ്കൂൾ കാലത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിയ കൂടിയായിരിക്കും. ഇപ്പോൾ പുതിയ കാലത്തെ രീതികളിൽ ആ നൊസ്റ്റാൾജിയ വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ചിത്രമാണ് ബിജു മേനോൻ നായകനായി എത്തിയ തുണ്ട്. പക്ഷേ എന്തിനാണ് ഈ ചിത്രത്തിൽ തുണ്ടുവെപ്പ് ഉൾപ്പെടുത്തിയതും ആ പേരിട്ടതെന്നും മാത്രം മനസ്സിലായില്ല. ചിത്രത്തിൻ്റെ കഥയോട് മനഃപൂർവ്വം ചേർത്ത് കെട്ടിയതിൻ്റെ ഫീലുണ്ടായിരുന്നു ആ സീനുകൾക്കൊക്കെ. അതിലൊക്കെ വരാം. ഇന്ന് സംസാരിക്കാനുള്ളത് നവാഗതനായ റിയാസ് ഷെരീഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രത്തെക്കുറിച്ചാണ്. കോമഡി ജോണർ സിനിമകൾക്ക് എപ്പോഴും ആരാധകരുണ്ട്. സ്വീകരിക്കപ്പെടുന്ന സിനിമകളെല്ലാം ഈ ജോണറിൽ തന്നെയാണ്. കോമഡി ഉണ്ടാക്കുക എന്നത് വലിയ പാടുള്ള കാര്യമാണെന്ന് സിനിമാക്കാർ തന്നെ പറയാറുമുണ്ട്. പറയുന്ന കോമഡി ഏറ്റില്ലെങ്കിൽ പ്രശ്നം വേറെയും ഉണ്ടാവും. പോലീസ് സേനയ്ക്കുള്ളിലെ കഥയെടുത്ത് മുഴുനീള കോമഡി ചിത്രം ഒരുക്കാനാണ് റിയാസ് ശ്രമിച്ചിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം സേനയ്ക്കുള്ളിലെ കഥ മാത്രം പറഞ്ഞെത്തിയ മറ്റൊരു ചിത്രമാണ് തുണ്ട്. കോമഡി എൻ്റർടൈനറിൻ്റെ എല്ലാ ചേരുവകളും ചേർത്തുണ്ടാക്കിയെടുത്ത ഒരു പ്രൊഡക്റ്റ്. നിരാശയോടെയാണ് കോൺസ്റ്റബിളായ ബേബി ജോലി ചെയ്യുന്നത്. സേനയ്ക്കുള്ളിൽ തനിക്ക് ഒരു എതിരാളി ഉള്ളതും അയാളുടെ ഒരു പ്രശ്നമാണ്. അങ്ങനെ മുന്നോട്ട് പോകവേ ബേബി ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെടുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തുന്നു എന്നതാണ് സിനിമ പറയുന്നത്. അതിങ്ങനെ തമാശയിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കാനാണ് സംവിധായകനായ എഴുത്തുകാരൻ ശ്രമിച്ചിരിക്കുന്നത്. പോലീസ് കഥകൾക്ക് മലയാള സിനിമയിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരുന്നു. അത് ഇൻവെസ്റ്റിഗേഷനിലോ അങ്ങനെയുള്ള ക്രൈം ത്രില്ലറിലോ മാത്രം കഥ പറഞ്ഞെടുത്താണ് ആക്ഷൻ ഹീറോ ബിജു അന്ന് അതിനെ തകർത്തത്. അതൊരു പരീക്ഷണമായിരുന്നു. ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും പിന്നീട് ആക്ഷൻ ഹീറോ സ്വീകരിക്കപ്പെട്ടു. അതൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ വന്ന മറ്റൊരു ചിത്രം ഇരട്ടയും ഇലവിഴ പിഞ്ചറും ഒക്കെയാണ്. ആ പട്ടികയിലേക്കായിരിക്കും തുണ്ട് ഇടം പിടിക്കുക. പേരും ട്രെയിലറും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പോലീസ് സേനയ്ക്കുള്ളിലെ ഈഗോയും പരീക്ഷയിലെ കോപ്പിയടിയും തന്നെയാണ് കഥയുടെ പ്രധാന ലെയർ. അതിനുള്ളിൽ സേനയ്ക്കുള്ളിലെ കഥ നിരത്തുകയാണ് എഴുത്തുകാരൻ കൂടിയായ സംവിധായകൻ ചെയ്തിരിക്കുന്നത്. നവാസ് ഷെരീഫ് പാകപ്പെട്ട സംവിധായകനാണ്. കാരണം സേനയ്ക്കുള്ളിലെ ടേമുകളും രീതികളും പഠിച്ചു തന്നെയാണ് അദ്ദേഹം തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ബിജു മേനോൻ്റെ മാനറിസങ്ങൾ നമ്മൾ പല ആവർത്തി കണ്ടതാണ്. തുണ്ടിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ മടുപ്പില്ലാതെ ആ മാനറിസങ്ങൾ അതേപോലെ അദ്ദേഹം നൽകുന്നുണ്ട്. ബിജു മേനോനെ പ്രത്യേക ഇഷ്ടമാണ് മലയാളി സിനിമാ പ്രേക്ഷകർക്ക്. അത് അയാളുടെ ഒരു നിഷ്കളങ്കത കൊണ്ടുകൂടിയാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ നോക്കൂ, അത്തരത്തിലുള്ളതായിരിക്കും. അദ്ദേഹം അവതരിപ്പിക്കുന്ന നായകനോട് ഒരു സിമ്പതി പ്രേക്ഷകന് ഓട്ടോമാറ്റിക്കായി തോന്നുകയും ചെയ്യും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ബേബി ചെന്ന് ചാടുന്ന കുഴികൾ നിരവധിയാണ്. ഇയാൾക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് അത് പലപ്പോഴും. അതിൽ നിന്ന് അയാൾ തിരിച്ചു കയറണമെന്ന് പ്രേക്ഷകർ നന്നായി ആഗ്രഹിക്കുന്നുമുണ്ട്. എതിരാളിയായ ഷൈൻ ടോം ചാക്കോയും തന്നെ ഏൽപ്പിച്ച ജോലി നീറ്റായി ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടോ ഷൈൻ്റെ സ്ഥിരം മാനസുകൾ ഒന്നുമില്ലാത്ത ചിത്രമായാണ് തുണ്ട് തോന്നിയത്. പറയുന്ന സംഭാഷണവും കൃത്യമായി നമുക്ക് മനസ്സിലാവുമായിരുന്നു. പക്ഷേ രണ്ട് കഥാപാത്രങ്ങൾ എതിർദിശയിൽ നിർത്തി ഒരാൾക്ക് സ്ക്രീൻ സ്പേസ് കുറഞ്ഞതിൻ്റെ കുഴപ്പവും ചിത്രം നല്ലതുപോലെ നേരിടുന്നുണ്ട്. സംവിധായകനും എഴുത്തുകാരനുമായ റാഫി അവതരിപ്പിച്ച പോലീസ് കഥാപാത്രം തിയേറ്ററുകളിൽ നന്നായി ചിരി കൊണ്ടുവരുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ കോട്ടയം നസീറിൻ്റെ പ്രകടനവും ശ്രദ്ധേയമാണ്. ഉണ്ണിമായ പ്രസാദ്, ജോണി ആൻ്റണി, അൽതാഫ് സലീം തുടങ്ങിയവരും തങ്ങളുടെ ഭാഗം നന്നാക്കുന്നുണ്ട്. തുണ്ടിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ തിരക്കഥ തന്നെയാണ്. അങ്ങനെ ഒരു ഒഴുക്ക് അതിനുണ്ടായിരുന്നില്ല. ഒരുപാട് സംഭവങ്ങൾ സിനിമയാക്കിയെന്ന് തോന്നുന്ന തരത്തിൽ ചിതറിക്കിടക്കുന്നൊരു ഫീലായിരുന്നു സിനിമക്കുണ്ടായിരുന്നത്. പോലീസ് സേനക്കുള്ളിലെ ഈഗോയും അതിലെ തമാശയും ഭംഗിയായി അവതരിപ്പിക്കാമെന്നിടത്താണ് ലൂസായ തിരക്കഥയുമായി തുണ്ടെത്തിയത്. വലിയ ചിരി കൊണ്ടുവരുമെന്ന് കരുതി ഒരുക്കിയ സീനുകൾ പലതും ചിരി നിറക്കാത്തതും വിരസകാഴ്ച സമ്മാനിക്കുന്നുണ്ട്. അതായത് ചിരിപ്പിക്കാനുള്ള ശ്രമം തിരക്കഥയിൽ സംവിധായകൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ അത് കൃത്യമായി പൊട്ടാത്തത് കാരണം വെറുതെ കണ്ടിരിക്കുന്നതിൻ്റെ ഫീൽ ചിത്രം പലയിടങ്ങളിലും നൽകുന്നുണ്ട്. ആക്ഷൻ ഹീറോ ബിജുവിന് സമാനമായ എഴുത്താണ് തുണ്ടിൻ്റേത്. രണ്ട് പോലീസുകാരെ പ്രധാന കഥാപാത്രമാക്കി അതിലേക്ക് കൂടുതൽ സംഭവങ്ങൾ തുന്നിച്ചേർക്കുന്ന ശൈലിയാണ് ഷെരീഫ് സ്വീകരിച്ചിരിക്കുന്നത്. അത് പലപ്പോഴും വേണ്ട വിധത്തിൽ വർക്കായിട്ടില്ലെന്ന് തോന്നി. പല സംഭവങ്ങൾക്കും ഒരു ഒഴുക്കില്ലാത്തതുപോലെയാണ് അനുഭവപ്പെട്ടത്. ചിലത് സംവിധായകൻ ഉദ്ദേശിച്ച തരത്തിലും വന്നില്ല. ഈഗോ ക്ലാഷ് മുഖ്യ പ്രമേയമായി അയ്യപ്പനും കോശിയൊക്കെ നമുക്ക് എങ്ങനെയാണ് വർക്കായത്? അത് ഇമോഷൻ കൊണ്ട് തിരക്കഥ പ്രേക്ഷകൻ സൃഷ്ടിച്ചൊരു മാജിക് കൊണ്ടാണ്. ഇവിടെ അങ്ങനെയൊന്ന് യഥാർത്ഥത്തിൽ ലഭിക്കുന്നില്ല. ബേബിയുടെ പ്രശ്നങ്ങൾ അയാളുടെ മാത്രം പ്രശ്നമായി അല്ലെങ്കിൽ സ്ക്രീനിന് പുറത്ത് കണ്ടിരിക്കുന്ന കാണികൾ മാത്രമായി പ്രേക്ഷകർ മാറുകയാണ്. ബേബിയുടെയും എതിരാളിയായ പോലീസുകാരൻ്റെയും പ്രശ്നം പ്രേക്ഷകനോട് പറയുന്നത് ഏതാണ്ട് സിനിമയുടെ അവസാനത്തിലാണ്. അതുവരെ എന്തിനാണ് ഇതൊക്കെ എന്ന് ആലോചിച്ച് പ്രേക്ഷകർ ഒരു വഴിക്കായിട്ടുണ്ടാവും. സിനിമകളിൽ പരീക്ഷയിലെ കോപ്പിയടിക്ക് വലിയ പ്രചാരമുണ്ടാക്കിയത് ബാഡ് ജീനിയസ് മുതലാണ്. പല ചിത്രങ്ങളും ഇതിൻ്റെ അനുകരണങ്ങളുമായി എത്തിയിട്ടുമുണ്ട്. മലയാളം എന്തുകൊണ്ട് കൈവച്ചില്ല എന്ന് തോന്നുന്നിടത്താണ് തുണ്ടിൻ്റെ ഓപ്പണിംഗ് സീൻ ബാഡ് ജീനിയസിനെ ഓർമ്മിപ്പിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ട് പോലീസുകാരുടെ ഈഗോ ക്ലാഷിനുള്ളിലേക്ക് പരീക്ഷയിലെ കോപ്പിയടി മനഃപൂർവ്വം ചേർത്ത് വെച്ചതിൻ്റെ പ്രശ്നം ചിത്രം നല്ലതുപോലെ നേരിടുന്നുണ്ട്. രണ്ടും രണ്ടായി തന്നെ നിൽക്കുകയാണ്. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് ക്ലൈമാക്സ് മാറ്റി എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സിനിമ മുന്നോട്ട് വെക്കുന്ന സന്ദേശം സമ്മിശ്ര അഭിപ്രായങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഉയർത്തിയേക്കാം. അതായത് ഈ കാര്യം തന്നെ മുഖ്യ പ്രമേയമായി ബോളിവുഡിൽ വലിയ ഹിറ്റായ 12 ഫെയിലൊക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് തുണ്ട് ഇനി ചർച്ചയാവാൻ പോകുന്നത്.
പോലീസ് പരിശീലന ക്യാമ്പ്, ഹെഡ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ ഭാഗമായി നടത്തിയ ആയുധ പരീക്ഷണം, പോലീസ് ഡോഗ് അക്കാദമി എന്നിവിടങ്ങളിൽ നിന്നുള്ള രംഗങ്ങൾ തുടങ്ങിയവ ചിത്രത്തിൽ പുതിയ കാഴ്ചാനുഭവം നൽകുന്ന കാര്യമാണ്. ചിത്രത്തിൻ്റെ ആദ്യ ഭാഗം അത്ര ആവേശകരമല്ലെങ്കിലും രണ്ടാം പകുതിയിൽ ചിത്രം നല്ലതുപോലെ ചിരി നിറക്കുന്നുണ്ട്. പ്രൊഫഷണൽ ഈഗോയുടെ കോമഡി വശങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിലും സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ടോർച്ചടിക്കാനുള്ള വലുതല്ലാത്തൊരു ശ്രമവും റിയാസ് ഷെരീഫ് നടത്തിയിട്ടുണ്ട്. കോമഡി എൻ്റർടൈനർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണ കാണാവുന്ന ചിത്രമാണ് തുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ചിത്രം കണ്ടവർ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തും.